ഹലോ ഗൈസ്, നമുക്കിത് അവക്കാഡോ മാംഗോ സ്മൂത്തി അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കിയാലോ. കുട്ടികൾക്ക് ഹെൽത്തി ഡ്രിങ്ക്സാണ്. നമുക്ക് അധികം ഒന്ന് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കൊച്ചുങ്ങൾക്ക് ഇതിൽ ആർക്ക് വേണമെങ്കിൽ കഴിക്കാം. ചിലപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ജ്യൂസൊക്കെ അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ അത് ശരീരത്തിനുള്ളിൽ ചെന്നോളും. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പഴുത്തൊരു അവക്കാഡോയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവക്കാഡോ കഴിക്കുന്നത്. അതിൻ്റെ തനിയെ കഴിച്ചപ്പോൾ ആ ടേസ്റ്റ് എനിക്കും കൊച്ചിനും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താ പറയുക, അവക്കാഡോ മാത്രമല്ല, അവക്കാഡിൻ്റെ ഉള്ളിലത്തെ നമ്മൾ കുരുവെല്ലാം കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ പഴുപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ അതിനോടൊപ്പം നമ്മൾ മാംഗോയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അവന് കൊച്ചിനും മാമ്പഴം വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാമ്പഴം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ നമ്മൾ ആ പഴുപ്പില്ലേ, ദശ മാത്രം, അങ്ങനെ എന്തൊക്കെ പറയും, അത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് കൊച്ചിന് ആദ്യം പഞ്ചസാര കൊടുക്കാറില്ല. അപ്പം മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കരയാണ് ആഡ് ചെയ്യണത്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഒരു മിക്സി ജാറിലോട്ട് മാറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് തിളപ്പിച്ചാറിയ പാലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചപ്പാൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, ശർക്കരയും പാലാണ് അടിച്ച് നന്നായിട്ട് അടിക്കാതെ നന്നായിട്ട് ജ്യൂസ് പരുവത്തിലാവട്ടെ. വേണമെങ്കിൽ നമുക്ക് മേലെ നട്ട്സോ അല്ലെങ്കിൽ എന്താ പറയുക മാംഗോ കട്ട് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇവനത് കഴിക്കാത്തത് കൊണ്ടാണ് ഇട്ട് കൊടുക്കുക, തനിയെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതൊക്കെ മേലെ ആഡ് ചെയ്യാവുന്ന കേട്ടോ. അപ്പം